എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് കുടുംബ വിശേഷങ്ങളുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ടോണർ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പലർക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതേപോലെ തന്നെ ഒരുപാട് തണുപ്പുള്ള ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഹെയർ പാക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാനും പാടാണ്. കാരണം തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് തൊണ്ടവേദന എടുക്കും, അതേപോലെ ജലദോഷം വരും. ഞാനും ഒരു തണുപ്പുള്ള ഏരിയയിലാണ് താമസിക്കുന്നത്, അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഹെയർ ടോണറാണ്. കാരണം ഇവിടെ ക്ലൈമറ്റ് നോക്കിയിട്ട് നമുക്ക് ഹെയർ കെയർ ഒക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമുക്ക് ഹെയർ ടോണർ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടിപൊളി ഒരു ഹെയർ ടോണറാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം ഹെയർ കെയർ ടിപ്പ് നോക്കാം. ഹെയർ ടോണറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം കുടുംബത്തിലെ ചെറിയ ചെറിയ അടുക്കള വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആദ്യം ടിപ്പ് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആദ്യം ഹെയർ കെയർ ടിപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അപ്പം ഈ ഒരു ഹെയർ കെയർ ടിപ്പ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്ന ചായപ്പൊടിയാണ്. ചായപ്പൊടി വെച്ചിട്ടുള്ള ഹെയർ ടോണർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെയർ കണ്ടീഷണറാണ്. അതേപോലെ നന്നായിട്ട് ഉള്ളോടുകൂടി മുടി വളരാനും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചായപ്പൊടി. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന റോസ്മേരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റോസ്മേരി നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്രയും റോസ്മേരി ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നന്നായിട്ട് റിസൾട്ട് കിട്ടും. മുടി കൊഴിച്ചിൽ മാറാൻ ഏറ്റവും നല്ലൊരു ഹെയർ ടോണറാണിത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 2 ഗ്രാമ്പുവാണ്. ഗ്രാമ്പു നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രാമ്പു മുടി വളർച്ചയും സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ടോണറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഹെയർ ടോണറാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം തിളപ്പിക്കണം. അതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നിടം വരെ നമ്മളൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു മൂട വച്ച് മൂടി വയ്ക്കുക. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മൂടി വെച്ചിട്ട് നമ്മളിത് അരിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിതിൻ്റെ മൂടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. ഇനി ഞാനിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് ഒരു 5 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് വെള്ളമാണ് അതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ്. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് 2 സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 സ്പൂൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോണറും ആഡ് ചെയ്തു. ഇനി 2 സ്പൂൺ തന്നെ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അലോവേര ജെല്ലായിരിക്കുന്നത് കൊണ്ട് തന്നെ മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. കുറച്ച് നേരം എടുക്കും ഇതൊന്ന് മിക്സായിട്ട് കിട്ടാനായിട്ട്. എന്നാലും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ചീകി ജടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷമേ അപ്ലൈ ചെയ്യാവുള്ളൂ.
ഹെയർ ടോണറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുട്ടികളെ സ്കൂളിൽ നിന്ന് പോയി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് പോയതാണ്. അപ്പം നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. ഇന്ന് ഇവിടെ നല്ല വെയിലാണ് ഗൈസ്. നന്നായിട്ട് വെയിലുള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് നടന്നു പോകാം. മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് പോകാനായിട്ട്. അപ്പം നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെയർ ടോണർ അപ്ലൈ ചെയ്യുന്നത് മോർണിംഗ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്താണ്. മോർണിംഗ് നന്നായിട്ടൊന്ന് മുടി ചീകിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് ഹെയർ ടോണർ അപ്ലൈ ചെയ്തിട്ട് അത് അന്നേരം മുടി ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പം മുടി നനഞ്ഞ പാടെ കെട്ടി വെക്കരുത്. മുടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി കെട്ടി വെക്കാവുള്ളൂ. അല്ലെങ്കിൽ മുടിക്ക് മുടിക്കായൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കിടക്കാനായിട്ട് നിൽക്കരുത്. മുടിക്കായയും താരനും ഒക്കെ വരും. കാരണം മുടി നനഞ്ഞ പാടെ നമ്മൾ കെട്ടി വെച്ച് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുടിക്ക് ചീത്തയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് ഹെയർ ടോണർ അപ്ലൈ ചെയ്തിട്ട് ഓടിപ്പോയി നിങ്ങൾ കുളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എപ്പോഴാണോ നിങ്ങൾ കുളിക്കുന്ന ആ സമയത്ത് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മതി. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ റോസ് വാട്ടർ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഒരു സ്മെല്ല് മുടിക്ക് കാണും കേട്ടോ. ഞാനിപ്പോൾ ഇത് ക്യാമറയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ മുടിയിൽ തേക്കുന്ന സമയത്ത് മുടി മുമ്പോട്ടിട്ടിട്ട് സ്കാൽപ്പിലൊക്കെ പുറകിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ മുടി മുമ്പോട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ക്യാമറ തട്ടിയത് പോകും, അതുകൊണ്ടാണ്. സ്ഥലമില്ല ഇവിടെ, അതുകൊണ്ടാണ്. നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഹെയർ ടോണറാണ്. നല്ല റിസൾട്ട് കിട്ടും. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മാറും, താരനുണ്ടെങ്കിൽ മാറും, മുടി നന്നായിട്ട് വളരും, മുടിക്ക് വോളിയം വെക്കും. നല്ലൊരു ഹെയർ ടോണറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.